നഷ്ടപ്പെടുമ്പോൾ പലതും ഇവിടെ ഉണ്ടായിത്തീരും. മനസ്സിലായില്ലേ? പല രക്ഷിതാക്കന്മാരും കരഞ്ഞും കൊണ്ടും അല്ലാതെയൊക്കെ വന്ന് പറയുന്ന പല സംഭവങ്ങളും നമുക്ക് പറയാൻ കഴിയും. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇനി ഏതെങ്കിലും ആളുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഏതെങ്കിലും പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുണ്ടാക്കി തീർക്കുന്ന വിനകളാണ് ഇതൊക്കെ. നമ്മളെ മക്കളൊക്കെ എത്ര അധപതിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, അത് ഏതെങ്കിലും പാർട്ടിക്കാരിങ്ങനെ അവരെ അധപതിപ്പിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ അധപതിപ്പിച്ചു എന്നൊന്നല്ല. ഈ നമ്മളെ മക്കൾ അനിസ്ലാമികത്തിലേക്ക് കുട്ടികൾ നീങ്ങിപ്പോകുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ ഇസ്ലാമിക ബോധം ഉണ്ടാക്കി തീർക്കുക, അതൊരു വർഗീയതയും ഒരു തീവ്രതയൊന്നുമല്ലല്ലോ. ആ ഇസ്ലാമികമാവുന്നതായ ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടായാൽ കുട്ടികൾക്കറിയാം എങ്ങനെയാണ് എല്ലാവരോടും പെരുമാറേണ്ടത്. അപ്പോൾ എല്ലാവരോടും പെരുമാറേണ്ട ശൈലികൾ ഇസ്ലാം പഠിപ്പിച്ചില്ലേ? ഒരു ഹിന്ദുവിനോട് എങ്ങനെ പെരുമാറണം, ഒരു ക്രിസ്ത്യാനിയോട് എങ്ങനെ പെരുമാറണം, ഒരു മതമില്ലാത്തവനോട് എങ്ങനെ പെരുമാറണം, മതമുള്ളവനോട് എങ്ങനെ, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഇതിലൊക്കെ തിയറികളുണ്ടല്ലോ. ഈ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള സൗഹാർദ്ദങ്ങളൊക്കെ പൂർണ്ണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്ന ആളുകൾ അപ്പോൾ റസൂലിനെ പറ്റി പറഞ്ഞില്ലേ, കാലു റസൂലിനെ പറ്റി പറഞ്ഞു, തങ്ങൾ ഇനി ഒരു യുദ്ധക്കൊതിയലാണോ? നബി യുദ്ധക്കൊതിയാണ്. എവിടെയെങ്കിലും യുദ്ധത്തിന് ആദ്യം പോയിട്ടുണ്ട്? ചരിത്രം പരിശോധിച്ച് നോക്ക്. ഏതെങ്കിലും യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾ നമ്മളുണ്ടാവില്ലേ? ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായപ്പോൾ ആ രാഷ്ട്രങ്ങൾ പല ആളുകളായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ടാവും. ഇതൊന്നും യുദ്ധത്തിൽ റസൂൽ മുതിർന്നതല്ല. യുദ്ധം ചെയ്യേണ്ട കാലഘട്ടത്തിൽ പ്രതിരോധത്തിന് വേണ്ടി അതിൻ്റെ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യുദ്ധക്കൊതിയാലാണെന്ന് റസൂലിനെ പറ്റി പലതും റസൂലിനെ പറ്റി പറഞ്ഞില്ലേ? അതിൽപ്പെട്ട അള്ളാഹിൻ്റെ മുസ്ലിങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല ഖത്ലി നഫ്സിൽ, ആരെങ്കിലും ഇവിടെ വധിക്കാൻ വേണ്ടിയോ ഓമാജാവൂലി സഫ്കി നബി രക്തം ചുറ്റാൻ വേണ്ടി ഒന്നും വന്നവരല്ല. അങ്ങനത്തെ ചരിത്രം ഇസ്ലാമിനിക്കില്ല, അതിന് വേണ്ടി വന്നവരല്ല. പക്ഷേ യുദ്ധം ഉണ്ടാകുമ്പോൾ നടക്കേണ്ടതൊക്കെ നടക്കും. അത് എല്ലാ രാജ്യങ്ങളും യുദ്ധം ചെയ്യണില്ലേ എന്നതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളിലും പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി യുദ്ധക്കൊതിയെന്ന് പറഞ്ഞു, റസൂലുള്ളാഹിനെ പറ്റി പലതും പറഞ്ഞില്ലേ? അതൊക്കെ സ്വാഭാവികമാണത്. അപ്പം അങ്ങനെ പലതും പറയും. പക്ഷേ ഈ ദീനിൻ്റെ സ്വഭാവം സംവിധാനം അങ്ങനെയല്ല. അത് വളരെ വിശുദ്ധമാവുന്ന എല്ലാ നിലക്കുള്ള സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഇവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകണമെന്ന് കൽപ്പനയാണ് വിശുദ്ധമാവുന്ന ദീനുള്ളത്. അതുകൊണ്ട് ആ നിലക്ക് നമ്മളെ കുട്ടികളെ വളർത്തിയിരുത്തണം. മദ്രസയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ നമ്മൾ എന്താവാൻ പാടില്ല എന്നറിയോ? അവർ തീവ്രവാദികളോ അല്ലെങ്കിൽ അവർ ഭീകരവാദികളോ അല്ലെങ്കിൽ മറ്റുള്ള സ്വഭാവക്കാരോ ആവാൻ പാടില്ല. അതിന് ശരിക്കുള്ളതായ ദീനിൻ്റെ സ്വഭാവം അവരിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഉതകുന്നതായ സ്ഥാപനങ്ങളാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ. ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി എൻ്റെ അപ്പുറത്തും തങ്ങന്മാരുള്ളത് അവർ ദുആ ചെയ്യും. എനിക്ക് പിന്നെ ഈ ദുആൻ്റെ വല്ലാത്ത സംഗതി അറിയില്ല. അപ്പോൾ അല്ലാഹു ഒക്കെ ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. ജനസാഗരത്തിന്റെ കുത്തൊഴുക്കിൽ കൊടക്കാടിന്റെ മണ്ണും നൂറെ ഹബീബ് കുടുംബങ്ങളുടെ ഹൃദയങ്ങളും ആത്മനിവൃത്തിയിൽ കോരിത്തരിച്ച ഇലാഹിയത്തിന്റെ ദിക്റും ഫിക്റുമായി നൂറെ ഹബീബിന്റെ നൂറൊഴുക്കിയ അനുഗ്രഹീത വ്യക്തിത്വം സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ കൊടക്കാട് വേദിയെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു واشهد ان سيدنا ونبينا محمد مصطفى صلى الله عليه وسلم فشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട ബിച്ചുക്കോയ തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങള്, മറ്റു സാദാത്യങ്ങള്, സ്റ്റേജിലും സദസ്സിലൊക്കെ ഉപേക്ഷിച്ച ആലിമീങ്ങള്, പണ്ഡിതന്മാർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വലിയൊരു നിഅമത്താണ്. ഇന്നലെ ഈ നേരത്ത് ഞാൻ മദീനത്താണ്. ഇന്നലെ ഈ സമയം ഞാൻ മദീനത്തെ ഹബീബായ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ഷരീഫിൽ ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ മിനിങ്ങാന്ന് പോയതാണ്. നൂറെ ഹബീബിന്റെ മുത്തമ്മൻ ഒരുപാട് പേര് ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ല, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു, ഒരുപാട് പേര് സഹായിച്ചു. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ് മദീനത്ത് പോയത്. ഈ നാടും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നാടാ ഈ പുതുമനക്കുളമ്പ്. ആദ്യമായിക്കൊണ്ട് ഈ നാട്ടിൽ നിന്നാണ് എൻ്റെ വീടിന്റെ മുറ്റത്തേക്ക് ആളുകൾ വരുന്നത്. അബ്ബാസ് എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ അല്ല, അതല്ലേ പേരില്ല, അബ്ബാസ് അല്ല, അബ്ബാസ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹു സഹോദരന്റെ ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. എന്നോട് ആദ്യമായി വന്ന് ഈ നാട്ടിൽ നിന്ന് ചെറിയ പിഞ്ചു മക്കള്, ചെറിയ മക്കള്, ആ മക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സ്വന്തമായിട്ടൊരു വീടില്ല, കിടപ്പാടമില്ല, തങ്ങളൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ആദ്യമായിക്കൊണ്ട് എന്നെ സമീപിച്ചത് ഈ പുതുമനക്കുളമ്പുള്ള ഈ നാട്ടിൽ നിന്നാണ്. അള്ളാഹു ഈ നാടിനും ഈ നാട്ടുകാർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് സ്നേഹിക്കുന്ന നാടാ. രണ്ടാമത് ഞാൻ ഈ മദ്രസക്ക് അൽഹംദുലില്ലാഹ് ഈ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇതിന്റെ കട്ടില വെപ്പ് നിങ്ങൾ തന്നെ നിർവഹിക്കണം. അൽഹംദുലില്ലാഹ് 8 മാസത്തിന്റെ അടുത്തായിട്ടുണ്ടാവും അല്ലേ? ഇൻഷാ അല്ലാഹ് അവിടെ വന്നു, കട്ടില വെച്ചു. അൽഹംദുലില്ലാഹ് ഉദ്ഘാടനത്തിന്റെ സമയത്തും അവർ വിളിച്ച് ഞാൻ പറഞ്ഞു മദീനത്തായിരിക്കും, എന്തായാലും തങ്ങളിപ്പോൾ വരണം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഞാൻ വന്നു. എൻ്റെ കാക്കാൻ്റെ കൂടെ ജിഫ്രി മുത്തുക തങ്ങളെ കൂടെ സൈതങ്ങളെ കൂടെ വേദി പങ്കിടാൻ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വലിയ നിഅമത്തായിട്ടാണ് ഞാൻ കാണുന്നത്. അള്ളാഹു ഈ നിഅമത്ത് അള്ളാഹു ഉയർത്തി തരട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മദ്രസയ്ക്ക് വേണ്ടി ഒരുപാട് പേര് സഹായിച്ചവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ആ കുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഇൽമിന്റെ വിഷയം വലിയ ഇൽമിന്റെ വയൽ എത്ര പറഞ്ഞാലും തീരൂല. ആർക്കെങ്കിലും അള്ളാഹു ഒരു ഇൽമ് അറിവ് ഒരു ഇൽമ് ഒരു ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അറിവാണ്. ആർക്കെങ്കിലും അള്ളാഹു ഒരു ഹിക്മത്ത് നൽകപ്പെട്ടാൽ അതിൽ ഒരുപാട് ഖൈറുണ്ടാവും. അള്ളാഹു ഒരുപാട് പണ്ഡിതന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ അറിവ് ഇൽമു അതൊരുപാട് ഹിക്മത്ത് അറിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്ക് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഈ നാട്ടുകാർ ഒരുപാട് പേര് നമ്മളെ നൂറെ ഹബീബിന്റെ മജ്ലിസുമായി സഹകരിക്കുന്നവരാണ്, സഹായിക്കുന്നവരാണ്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും അള്ളാഹു ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഈ സ്ഥലം അവര് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസവും കൂടാതെ ഇൻഷാ അല്ലാഹ് അതൊക്കെ വാങ്ങാനും ഉള്ള ഭാഗ്യവും സമ്പത്ത് അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ വാങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.